നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ വീണ്ടും ക്രൂരമായ പോലീസ് മർദ്ദനം. മർദ്ദനമേൽക്കേണ്ടി വന്നത് ഓട്ടോ ഡ്രൈവറായ യേശുദാസൻ എന്ന 28-കാരന്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ അവലോകനം നടത്തിയതായി മന്ത്രി ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പിണറായി ഭരണം ആരംഭിച്ചതു മുതൽ PSC വഴി കേരള പോലീസിൽ നടന്ന എല്ലാ നിയമനങ്ങളും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്. നടത്തറ പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ TS ബിജു രാജിവെച്ചു. രാജി തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ വീണ്ടും ക്രൂരമായ പോലീസ് മർദ്ദനം. മർദ്ദനമേൽക്കേണ്ടി വന്നത് ഓട്ടോ ഡ്രൈവറായ യേശുദാസൻ എന്ന 28-കാരന്. ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് പോയത് അഖിലാണ് എന്ന സംശയത്തിൽ സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി അന്തിക്കാട് SI ആയിരുന്ന അരിസ്റ്റോട്ടിൽ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് അഖിൽ പറയുന്നത്. 2024 എന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിപ്പിക്കുകയാണ്. അതായത് എൻ്റെ വണ്ടി ഏതൊരു വണ്ടീനെ തട്ടി എന്ന് പറഞ്ഞിട്ട് ആരോപണ വിധേയനായിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത്, എന്നെ എൻ്റെ അപ്പനെയും വിളിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി തട്ടിയിട്ടില്ല, പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് പോയോ വെരിഫൈ ചെയ്തിട്ട് വിടാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ CPO മഹേഷ് സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് നമ്മളെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ആൾ പറഞ്ഞു നിൻ്റെ വണ്ടി തട്ടിയതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ CCTV ഫുട്ടേജ് ഉണ്ടാ അല്ലെങ്കിൽ അതിൻ്റെ സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അവരിലില്ല. അവർ കാണിച്ചു തന്നിട്ടുള്ള ഫോട്ടോ പ്രകാരമുള്ള വണ്ടിയല്ല എൻ്റെ അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു 2500 രൂപ കേസുള്ളൂ, എന്നോട് സമ്മതിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2500 ആണെങ്കിലും 250 രൂപയാണെങ്കിലും എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല, തട്ടാതെ തന്നെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നീ SIയോട് പറഞ്ഞോളാം പറഞ്ഞു ഈ CPO മഹേഷ് സാറ്. അപ്പോൾ അങ്ങനെ ഞാൻ SIയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനെ എന്നെ അനുകൂലിച്ച് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അപ്പനെ അദ്ദേഹം തെറി പറഞ്ഞു, നീ ഇങ്ങനെ കിടന്നായേ അങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്തിനാണ് എൻ്റെ അപ്പനെ തെറി വിളിക്കുന്നത്, അപ്പനതിന് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് എന്നിട്ടാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെകിടത്തിൽ ഒറ്റയടി ഈ അരിസ്റ്റോട്ടിൽ അതിൽ ഒരു റിങ് ഉണ്ടായിരുന്നു. ആ റിങ്ങിൻ്റെ റിങ് അയാളുടെ മൂക്കുമ്പോൾ കൊണ്ട് മൂക്ക് ഇഞ്ചുറി വന്നു. അപ്പോൾ സ്റ്റേഷനിൽ കയറി SI മർദ്ദിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടുത്തെ പോലീസുകാരെല്ലാം വളഞ്ഞിട്ട് എന്നെ ആക്രമിക്കുകയുണ്ടായത്. ബാക്കിൽ വിലങ്ങ് ഇട്ടിട്ട് എൻ്റെ അപ്പൻ്റെ കൺമുമ്പിൽ വെച്ച് എന്നെ 4 മണിക്കൂർ തല്ലിച്ചു. ഏറ്റവും കൂടുതലായിട്ട് തല്ലിയത് CPO വിനോദാണ്. CPO വിനോദ് അയാൾ സ്റ്റേഷൻ പരിധിയിൽ ഡ്രങ്കണായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ആൾ എൻ്റെ തലമുടി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് മുട്ടുകാലുകൊണ്ട് എന്നെ നെഞ്ഞത്ത്. ഇപ്പോൾ എനിക്ക് സ്പൈനലിൽ 2 ഇഞ്ചുറി ഉണ്ട്. ഞാൻ ഏകദേശം 84 ദിവസം പുത്തമ്പേടിയ ആയുർവേദ ഹോസ്പിറ്റലിൽ ഒഴിച്ചിലായിരുന്നു. അതിനുശേഷം ഒരു 3 മാസത്തോളം വീട്ടിൽ റെസ്റ്റായിരുന്നു. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടാനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല. ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ മുട്ടുകൈ വെച്ചിട്ട് നെഞ്ഞത്ത്, അതുപോലെ 2 ഇവിടെ, അതുപോലെ കാൽമുട്ട് വെച്ചിട്ട് ഈ നെഞ്ഞത്ത്, ഇതൊക്കെയാണ് ആൾ മർദ്ദിക്കുന്നുണ്ടായിരുന്നത്. ഒരാൾ മാത്രമല്ല, ഒരുപാട് പേര് വന്ന് നമ്മൾ മർദ്ദിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഒരാൾ വരും മർദ്ദിക്കും പോവും, കുറച്ച് കഴിഞ്ഞ് അവർക്ക് മതിയാകുമ്പോൾ അവർ പോവും, അവർക്ക് കൈ അഴിക്കുമ്പോൾ അവർ പോവും, എന്നിട്ട് പുറത്ത് വന്നിട്ട് വീണ്ടും മർദ്ദിക്കുകയാണ് ഈ സംഗതി ഉണ്ടായത്. ആ CCTV ഫുട്ടേജ് കണ്ടാൽ അതിലറിയാൻ പറ്റും അവരെന്നെ മർദ്ദിക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് കണ്ടാൽ അറിയാൻ പറ്റും. പിന്നെ അവർ മലയാളിയാണ്. എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കി ഇവർ. എനിക്ക് അതൊരു ജോലിക്ക് പോകാനും പറ്റാത്ത ഒരവസ്ഥയാക്കി. BSc പഠിച്ചിട്ടുള്ളതാണ്. അരിസ്റ്റോട്ടിൽ, അതുപോലെ CPO വിനോദ്, അതുപോലെ മഹേഷ് സാറ്, അതുപോലെ എന്നെ മർദ്ദിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും അവരെ പുറത്താക്കുകയും വേണം. മാത്രമല്ല അവരിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം വാങ്ങി തരികയും വേണം. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലായിരുന്നു മർദ്ദനം. ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റ അഖിലിന് നാളെ സർജറിയാണ്. കുടുംബം പണയപ്പെടുത്തിയാണ് ചികിത്സ നടത്തുന്നതെന്ന് അഖിലിന്റെ മാതാപിതാക്കൾ പറയുന്നു. മകന്റെ ജീവിതം പോലീസുകാർ നശിപ്പിച്ചെന്ന് പൊട്ടിക്കരഞ്ഞ് അമ്മയും പറയുന്നു. SI അരിസ്റ്റോട്ടിൽ, CPO സജീവൻ എന്നിവർക്കെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 2024 ഉച്ചതിരിഞ്ഞ് ഇവരെ വെരിഫിക്കേഷന് വരാൻ പറഞ്ഞിട്ട് അന്തിക്കാട് സ്റ്റേഷനിലത്തെ മഹേഷ് എന്ന് പറഞ്ഞ ആളാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിപ്പിച്ചത്. അപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ട്, അഖിലും പപ്പയും കൂടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ നിൻ്റെ വണ്ടി പെരുമ്പുഴ പാടത്തിൻ്റെ അവിടെ
തട്ടിയുണ്ട് ഒരു മാസം മുമ്പ്. അതിന് വേണ്ടിയിട്ടാണ് നിൻ്റെ വണ്ടീനെ തട്ടിയാക്കണേന്ന് പറഞ്ഞപ്പോൾ അല്ലാന്ന് പറഞ്ഞു. അവൻ്റെ വണ്ടി അങ്ങനെ തട്ടിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു അയാൾ കോമയിലാണ്, ഇപ്പോൾ അയാൾക്ക് കുറേ പൈസകൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും, നീ ഇത് കുറ്റേറ്റോളാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അഖിലിനെ, ഏത് പോലീസുകാരനാണ് അഖിലിനെ ഉപദ്രവിച്ചത്? SI അരിസ്റ്റോട്ടിൽ. പിന്നെ CPO വിനോദ് എന്ന് പറഞ്ഞ ആള് കുറേ മർദ്ദിച്ചിട്ടുണ്ട്. പിന്നെ അവന് മർദ്ദിച്ചപ്പോൾ അവന് ആദ്യം ഒരു അടി അടിച്ചു ഇയാൾ. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അടിക്കാൻ നോക്കുമ്പോഴേക്കും ഇവൻ്റെ കയ്യിലുള്ള വണ്ടിയുടെ ചാവിയും ഫോണും ഇവൻ്റെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടിച്ചിട്ട് അപ്പോൾ മൂന്നാമത് അടിക്കാൻ നോക്കുമ്പോൾ ഇവൻ അങ്ങനെ ഇതാക്കി. അപ്പോൾ ഇവൻ്റെ കൈമ ഒരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം അയാളുടെ മൂക്കിൻ്റെ ഇവിടേക്ക് കൊണ്ട് അയാൾക്ക് മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള പോലീസുകാരെല്ലാവരും കൂടിയിട്ട് അയാളെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ വലിയ വാർത്തയൊക്കെ കൊടുത്ത്, അത് ചാനലിലൊക്കെ വാർത്ത കൊടുത്ത് വലിയൊരു ഗുണ്ടരെ പോലെയൊക്കെ ഇവനെ മർദ്ദിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ അതിൽ CPO വിനോദ് കുടിച്ചിട്ടാണ് അന്ന് നിന്നായിരുന്നത്. അയാൾ സിവിൽ ഡ്രസ്സിലാർന്നെന്ന് പറയണം. അയാൾ വന്നിട്ട് നെഞ്ഞത്തൊക്കെ കയറി നിന്നിട്ടാണ് മുട്ടുകാലുകൊണ്ടൊക്കെ ഇടിച്ച് ഷൂസ് ഇട്ട. അതേപോലെ എല്ലാ പോലീസുകാരെയും അവിടെ ഉണ്ടായിരുന്ന അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാരുടെയും പേര് ഞങ്ങൾക്ക് അവനറിയില്ല. എല്ലാവരും കൂട്ടായിട്ട് പിന്നെ ആക്രമമായി. SIനെ ഉപദ്രവിച്ചു നാക്കും ചെയ്തു അവർ. എന്നിട്ട് പറഞ്ഞു ഇത് ഈ കുറ്റേറ്റില്ലെങ്കിൽ നിനക്ക് ഇനി ഇടിയുടെ പൂരാണ്, അതും പോരാണ്ട് നീ ഇനി ഇതിന് കേസിന് പോയ FIRൽ ഞങ്ങൾ ഇനി വേറെ കുറേ എഴുതി ചേർക്കും, കേസും കഞ്ചാവ് കേസൊക്കെ പെടുത്തു, എനിക്ക് പുറം ലോകം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇടിച്ചായിരുന്നു, കുറ്റേറ്റോളം പറഞ്ഞിട്ട്. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ സർവീസിൽ നിന്ന് പുറത്താക്കണം, ഇതിങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. പിന്നെ അവന് ഇപ്പോൾ ഞാനാണ് അവനെ അധ്വാനിച്ച് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് അവനെ നോക്കുന്നത്. അവന് ഭാര്യയും കുട്ടിയുണ്ട്. അവന് എനിക്ക് എത്ര കാലം അവനെ സംരക്ഷിക്കാൻ പറ്റും? അതിന് മര്യാദയായിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടും വേണം, ഇവരെ സർവീസിൽ നിന്ന് പുറത്ത് ആക്കും വേണം. ഇദ്ദേഹം ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നത്? ഈ അരിസ്റ്റോട്ടിൽ എറണാകുളത്താണ് അറിയാൻ കഴിഞ്ഞത്, മറ്റേ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പിന്നെ CPO വിനോദ് വലപ്പാടാന്ന് അവിടെ പറയണ കേട്ടത്, നമുക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇവനെ അറിയാത്ത പോലീസുകാരും വന്ന് കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവരെ ഏത് തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് ചെയ്തത്? ബാക്കിൽ വിരലിട്ട് മറ്റേ അവൻ്റെ രണ്ടും വിലങ്ങൾ പുറത്തും നെഞ്ചത്തും ഒക്കെ ഇടിച്ചിട്ടുണ്ട്. ലിവറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, മറ്റേ നമ്മുടെ ഡിസ്ക് ബൾജായിട്ടുണ്ട്, മറ്റേ ശ്വാസകോശത്തിൻ്റെ ലിവർ വന്നിട്ടുണ്ട്, 2 ഡിസ്ക് പോയിന്റ്, ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ശ്വാസകോശത്തിൻ്റെ അവിടെയൊക്കെ അവർ മുട്ടുകാല് താക്കിയിട്ടാണ് ഇടിച്ചായിരുന്നു. നാളെ സർജറിയാണ്. അപ്പോൾ പറഞ്ഞ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി നടപ്പാക്കി തുടങ്ങിയ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ വിശദമായ അവലോകനം നടന്നതായി മന്ത്രി R. ബിന്ദു അറിയിച്ചു. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്, കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ M. ജുനൈദ് ബുഷിരി, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ്, കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ്, വിവിധ സർവകലാശാല രജിസ്ട്രാർമാർ, പരീക്ഷാ കൺട്രോളർമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ഉണ്ടായി. വിവിധ മേഖലകൾ തിരിച്ച് കൂടിയാലോചനകളും പ്രധാന ധാരണകളും തീരുമാനങ്ങളും ഉണ്ടായി. കഴിഞ്ഞ അക്കാദമിക് വർഷം ആരംഭിച്ച 4 വർഷ ബിരുദ പ്രോഗ്രാമിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. നവംബർ 3, 18 തീയതികളിൽ 1-3 സെമസ്റ്റർ പരീക്ഷ നടത്താനും ഡിസംബർ 15-നകം റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഏതെങ്കിലും കാരണവശാൽ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നാൽ നിലവിലെ രീതിയിൽ നവംബറിൽ തന്നെ പരീക്ഷ നടത്താൻ മുൻകരുതലെടുക്കും. ചോദ്യബാങ്ക് തയ്യാറാക്കാൻ AI സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു. കൃത്യമായ സ്ക്രൂട്ടിനിയോടെ സർവകലാശാലകൾ ഇതിന് സംവിധാനമൊരുക്കും. സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതികളെ സംബന്ധിച്ച് പരിശീലനം നൽകാൻ സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കുകയാണ്. അതുപോലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട പരാതി പരിഹാര സംവിധാനങ്ങൾ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. മേജർ മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും മറ്റും സർവകലാശാല റെഗുലേഷൻ ഉറപ്പുവരുത്തുന്ന എല്ലാ വ്യവസ്ഥകളും നടപ്പാക്കുന്നു എന്നുള്ളത് സർവകലാശാലകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളോ ആശങ്കകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായിട്ട് പരിഹരിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ തലങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. സർവകലാശാലാതല മോണിറ്ററിംഗ് സംസ്ഥാന തലത്തിൽ നടക്കുന്നത് പോലെ തന്നെ സമയബന്ധിതമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നു.
അതുപോലെ 4 ഇയർ UG പ്രോഗ്രാം മോണിറ്റർ ചെയ്യുന്നതിന് സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിക്കും. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുകൊടുക്കുക എന്നുള്ളതിനാണ് മുൻഗണന. അതിനാവശ്യമായ വിധത്തിൽ ചട്ടങ്ങളും റെഗുലേഷനുകളും ഭേദഗതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ സർവകലാശാലകൾ ആ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിശദമായിട്ടുള്ള ഒരു പ്രപ്പോസൽ തയ്യാറാക്കി സർവകലാശാലകൾക്ക് നൽകിയിട്ടുണ്ട്. അത് സർവകലാശാലകൾ നടപ്പാക്കും. NCC, NSS തുടങ്ങിയ പദ്ധതികളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വാല്യൂ ആഡഡ് കോഴ്സുകൾ എന്ന നിലയിൽ ക്രെഡിറ്റ് നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ NCC, NSS സംവിധാനങ്ങളിൽ അണിനിരക്കുന്ന കുട്ടികൾക്ക് ക്രെഡിറ്റ് നൽകാനുള്ള നടപടി സർവകലാശാലകൾ സ്വീകരിക്കേണ്ടതാണ്. നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ പിണറായി ഭരണം ആരംഭിച്ച കാലം മുതൽ PSC വഴി കേരള പോലീസിൽ നടത്തിയ മുഴുവൻ നിയമനങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്ന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്. കുന്നംകുളം പോലീസ് മർദ്ദനത്തിനു പിന്നിൽ കരുവന്നൂർ കേസിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെയുള്ള രാഷ്ട്രീയ വിരോധം തീർത്തതാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ആക്രമിച്ച ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷനായി. തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു സ്വാഗതം പറഞ്ഞു. SA ആസാദ്, PN വൈശാഖ്, CA ശങ്കരൻകുട്ടി, O ശ്രീകൃഷ്ണൻ, TV സണ്ണി, ജയൻ മംഗലം, ജോഷി കല്ലയിൽ, IA സബീല എന്നിവർ നേതൃത്വം നൽകി. ഈ നാട്ടിൽ എത്രയോ ക്രിമിനലുകളുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, പൂജാരിയാണെന്ന് പറഞ്ഞിട്ടും തന്റെ കഴുത്തിൽ ശിവന്റെ രുദ്രാക്ഷമാലയുണ്ട്. രുദ്രാക്ഷമാലയ്ക്ക് പോലും വില കൊടുക്കാതെ ഭഗവാൻ ശിവനെ പോലും ദൈവിക വിശ്വാസങ്ങളെ പോലും തകർത്തുകൊണ്ടാണ് പോലീസുകാരോട് പെരുമാറിയത്. രുദ്രാക്ഷമാല പൊട്ടിത്തെറിഞ്ഞു. കേരളത്തിലെ നമുക്കറിയാം, എല്ലാവരും വിശ്വാസികളാണ്. അവരവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരാൾക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട മിനിമം മര്യാദ പോലും കൊടുക്കാതെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റേഷനുകളിൽ. അതിനുശേഷം പരമ്പരയായി കേരളത്തിലുടനീളം പാവപ്പെട്ടവൻ പരാതി കൊടുക്കാൻ ചെന്നവർ, മാങ്ങ മോഷ്ടിച്ച പോലീസുകാർ, പരാതി കൊടുക്കാൻ വന്നവരുടെ ചെയ്യൽ മോഷ്ടിക്കുന്ന പോലീസുള്ള നാട്ടിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണകാലഘട്ടങ്ങളിലെ പോലീസിന്റെ അവസ്ഥ. നടത്തറ പഞ്ചായത്ത് അംഗം രാജിവെച്ചു. നടത്തറ പഞ്ചായത്ത് 16-ാം വാർഡിൽ നിന്നും CPM ബാനറിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗം TS ബിജു രാജിവെച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഭാവിയിൽ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് ഉദ്ദേശമെന്ന് ബൈജു വ്യക്തമാക്കി. പാർട്ടിയുടെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്തതാണ് രാജിയിൽ കലാശിച്ചതെന്ന് അംഗം വ്യക്തമാക്കി. DYFIയിലൂടെ CPMൽ വന്ന താൻ പാർട്ടി മെമ്പറായി 24 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ച തന്നെ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതകൾ ചൂണ്ടിക്കാണിച്ചതിന് ഒറ്റപ്പെടുത്തുകയും സമൂഹമധ്യത്തിൽ കുറ്റക്കാരനാക്കുകയും ചെയ്തു. നടത്തറ പഞ്ചായത്തിൽ CPMൽ ഗ്രൂപ്പ് പ്രവർത്തനം സജീവമാണെന്നും താൻ അതിന്റെ ഇരയായി എന്ന് ബോധ്യപ്പെട്ടതിനാൽ രാജിവെച്ചതാണെന്നും ബിജു പറയുന്നു. 2 കൊല്ലത്തിലധികമായി CPM പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുപ്പിക്കാറില്ലെന്നും CPMൽ തുടരാൻ പ്രയാസമായതിനാലാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു. 2 വർഷകാലമായിട്ട് CPMായിട്ട് എൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരിച്ചത്. CPMായിട്ട് ചെറിയ പ്രശ്നങ്ങളായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്ത് ഞാൻ 2 വർഷമായിട്ട് CPMൻ്റെ മെമ്പറാണെങ്കിൽ പോലും CPMായിട്ട് സഹകരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല 2 വർഷകാലമായിട്ട്. കാരണം നമുക്കറിയാം, ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട്, ഇപ്പോൾ LDFൻ്റെ ഭരണസമിതി നടത്തുന്ന പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നിട്ട് 10 വർഷം തികയാണ്. ആ 10 വർഷകാലത്ത് പഞ്ചായത്തിൻ്റെ വികസനങ്ങളൊന്നും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. തനതായി നടത്തറ പഞ്ചായത്തിൻ്റെ ഒരു വികസനം പോലും നടത്തറ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം K. രാജൻ MLA പാസ്സാക്കി കൊണ്ടിരുന്ന പദ്ധതികൾ നടപ്പിലാക്കാതെ അല്ലാതെ നടത്തറ പഞ്ചായത്ത് തനതായി രൂപം കൊണ്ടുള്ള ഒരു പദ്ധതിയും ജനങ്ങൾക്ക് ഉപകാരമാവുന്ന ഒരു പദ്ധതിയും നടത്തറ പഞ്ചായത്ത് നടപ്പിലാക്കിയില്ല. നമുക്കറിയാം, ജലനിധി പദ്ധതി പോലും മുൻ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതാണ് തുടർന്നുകൊണ്ടുപോകുന്നത്. അതേപോലത്തെ ഒരു പദ്ധതി പോലും പഞ്ചായത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല. നടത്താൻ ചോദിക്കുമ്പോൾ നടത്താൻ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. 1,70,00,000 രൂപ മൂർക്കിങ്കര സഹകരണ സംഘത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി
കുടിപ്പണം പിരിച്ചുള്ള പൈസയാണ് മൂർഖീര സൊസൈറ്റിയിൽ എടുക്കുന്നത്. ആ ഫണ്ട് എടുത്ത് ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിലേക്ക് വികസനം നടത്താം. പക്ഷെ അതിന് തയ്യാറാവുന്നില്ല. കാരണം എന്താ, മൂർഖീര സഹകരണ സംഘത്തിൽ പൈസ ഇല്ല. 1 രൂപ പോലും പിൻവലിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മൂർഖീര സഹകരണ ബാങ്ക് നിൽക്കുന്നത്. അപ്പോൾ ആ പൈസ എടുക്കുന്നില്ല. ആ പൈസ അവിടെ ഡെപ്പോസിറ്റ് പോലെ, പഞ്ചായത്തിൻ്റെ ഡെപ്പോസിറ്റ് പോലെയാണ് 1,70,00,000 രൂപ അവിടെ എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് വികസനം നടത്താൻ പറ്റില്ല. മറ്റുള്ള മെമ്പർമാരോടും ചോദിച്ചു നോക്കിയാൽ അറിയാം, ഈ 4 വർഷക്കാലം, ഇപ്പോൾ 5ാമത്തെ വർഷം, 4 വർഷക്കാലം എത്ര റോഡ് ഓരോ വാർഡിലും പുതിയത് കിട്ടിയെന്ന് ചോദിച്ചാൽ പറയും അവർ 2 റോഡ്. 2 റോഡിന് മേലെ ഈ 4 വർഷം, കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 2 റോഡിന് മേലെ ഒരു റോഡ് പോലും പണിയാൻ സാധിച്ചിട്ടില്ല നടത്തറ പഞ്ചായത്തിൽ. അവിടെ വിവിധ സൊസൈറ്റികൾ CPM-ന്റെ നേതൃത്വത്തിൽ പരാജയത്തിലെന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റികളും. അത് CPM-ന്റെ ഏറ്റവും മണ്ണുത്തി ഏരിയയിൽ ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങളുള്ള പഞ്ചായത്ത് നടത്തറ ഗ്രാമപഞ്ചായത്താണ്. നടത്തറ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങൾ. 8 സംഘങ്ങളുണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ. അതിൽ 7ഓളം ഇന്നലെ നിബി പത്രസമ്മേളനം പറഞ്ഞ പോലെ 7 സഹകരണ സംഘങ്ങളും അഴിമതിയുടെ വക്കീലാണ് നിൽക്കുന്നത്. അത്യാവശ്യം. അതായത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മൈക്കും ക്യാമറയും കൊണ്ട് ഓരോ സഹകരണ സംഘങ്ങളിൽ മുന്നിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണാം. അത് ഡെപ്പോസിറ്റ് ഇടാനോ ഒന്നും വന്നതല്ല, ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വന്ന ഒരു വരിയാണ് കാണുന്നത്. അതായത് 30 ലക്ഷം 15 ലക്ഷം ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് 2000 3000 രൂപയാണ് ഓരോ ദിവസം കിട്ടുന്നത്. ആ സ്ഥിതിയാണ് ഇപ്പോൾ നടത്തറ ഗ്രാമപഞ്ചായത്തിലെ സഹകരണ സംഘങ്ങളിൽ. അതുപോലെ ഓരോ വികസനങ്ങളും ഒന്നും നടക്കാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനം പോകുമ്പോൾ അതൊക്കെ കണ്ട് ചൂണ്ടി പറഞ്ഞപ്പോൾ അത് മടുത്തപ്പോൾ അത് നമ്മൾ എതിരാവണ്. കാരണം നടത്തറ പഞ്ചായത്തിൽ പാർട്ടിയുടെ വലിയൊരു ഗ്രൂപ്പീസ് നടക്കുന്നുണ്ട്. നല്ലൊരു ഗ്രൂപ്പീസ് നടത്തറ പഞ്ചായത്തിലുണ്ട്. അതായത് മറ്റവൻ വലുതാണ് മറ്റുള്ളവർ കണ്ടുകൂടാ, ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ ആരെങ്കിലും വരുന്ന അവനെ വെട്ടി താത്തി മറ്റുള്ളവരെ കീഴിലാക്കണം എന്നൊരു രീതിയിലുള്ള നടത്തറ പഞ്ചായത്തിൽ ഗ്രൂപ്പീസ്. ആ ഗ്രൂപ്പീസിൻ്റെ ഭാഗം തന്നെയാണ് നടത്തറ പഞ്ചായത്തിൽ CPM എന്ന പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാ സഹകരണ സംഘങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതിലൊക്കെ മാനനന്ദൻ തന്നെയാണ് പഞ്ചായത്തിൽ നിന്ന് മെമ്പർഷിപ്പ് രാജിവെക്കുകയും 2 വർഷമായിട്ട് പാർട്ടിയായിട്ട് ബന്ധം ഉപേക്ഷിക്കുകയും ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് പോലും അല്ലാതെ ഇതുകൊണ്ടാണ്. ഞാൻ 1997 DYFയിലൂടെ കടന്നു വന്ന ഒരു സഖാവാണ്. അത് കഴിഞ്ഞ് 2000 പാർട്ടി മെമ്പറായതാണ്. 2003 തൊട്ട് 2023 വരെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. പിന്നെ 2021 ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ഇത്ര കാലം ഞാൻ, അല്ലാണ്ട് ഇന്നലെ വന്ന് CPM-ൽ വന്നല്ല, 10-24 വർഷമായിട്ട് CPM-ൽ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ തന്നെയാണ് ഈ പാർട്ടിയിൽ നിന്നും മാറുന്നത്. നടത്തറ പഞ്ചായത്ത് അംഗം TS ബിജുവിന്റെ രാജി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് CTV-യോട് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ കേവലം 1 മാസം മാത്രം ബാക്കി നിൽക്കെ TS ബിജുവിന്റെ രാജി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ്. 2 വർഷമായി പഞ്ചായത്ത് ഭരണസമിതി അംഗം പഞ്ചായത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോയത്. LDF-മായി യാതൊരു തരത്തിലുള്ള സഹകരണവും ഉണ്ടായില്ല. പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് 2 വർഷമായി സഹകരണമില്ലാത്ത രീതിയിലാണ് പ്രവർത്തനമെന്നും തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണെന്നും നിലവിലെ രാജിയുടെ കാരണം സംബന്ധിച്ച് ബോധിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന് പലതരത്തിലുള്ള കുറ്റാരോപണങ്ങളും പോലീസ് കേസടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നും പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അംഗം TS ബിജു രാജിവെച്ചതുമായിട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തന്നെ കഴിയാൻ കേവലം 1 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ്. അത് തികച്ചും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമെന്ന നിലയിലാണ് ഞങ്ങൾ ഈ രാജി കത്തിനെ കാണുന്നുള്ളൂ. ഈ പറയുന്ന ഭരണസമിതി അംഗം കഴിഞ്ഞ 2 വർഷമായി പഞ്ചായത്ത് ഭരണസമിതിയിൽ വരുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. LDF-മായി യാതൊരു തരത്തിലുള്ള സഹകരണവുമില്ല. പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് 2 വർഷമായി യാതൊരു സഹകരണവും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ രാജിയുടെ കാരണം സംബന്ധിച്ച് ഞങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല താനും. പക്ഷേ പുറത്ത് തൃണമൂൽ കോൺഗ്രസുമായിട്ട് പോലും ഇപ്പോൾ പല വിധത്തിലുള്ള കുറ്റാരോപണങ്ങളും പോലീസ് കേസടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്ത് പ്രചരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഈ രാജിക്കത്തെന്നും ഞങ്ങൾ കരുതുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന നടത്തറ പഞ്ചായത്ത് LDF ഭരണസമിതി വളരെ നല്ല രീതിയിലാണ് ഭരണം നടത്തിയതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്ത്. പഞ്ചായത്ത് പരിധിയിലെ എല്ലാ വാർഡുകളിലേക്കും ആ വാർഡിൽ ആരാണോ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട മെമ്പറാണോ എന്നൊന്നും നോക്കാതെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസനം എത്തിക്കാനാണ് ശ്രമിച്ചതെന്നും എല്ലാ വാർഡുകളിലേക്കും പഞ്ചായത്തിന്റെ ഫണ്ടാണെങ്കിലും MLA ഫണ്ടാണെങ്കിലും സർക്കാർ ഫണ്ടുകളാണെങ്കിലും കൃത്യമായി ആ പ്രദേശത്തെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാറുണ്ടെന്നും UDF മെമ്പർമാരുടെ അനാസ്ഥ കാരണം പല വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെന്നും UDF പാനലിൽ വിജയിച്ച പല മെമ്പർമാരും പഞ്ചായത്തിൽ വരാത്ത അവസ്ഥയാണെന്നും
LDF ഭരണസമിതി എന്ന നിലയിൽ അതിനെയെല്ലാം മറികടന്ന് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന നാർത്തൻകാരൻ LDF ഭരണസമിതി വളരെ പക്ഷപാതിത്വരഹിതമായിട്ടാണ് ഇവിടുത്തെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലേക്കും ആ വാർഡിൽ ആരാണോ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട മെമ്പറാണ് എന്ന് നോക്കാതെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസനം എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം LDFൻ്റെ ഭരണസമിതി എല്ലാ വാർഡുകളിലേക്കും വേണ്ട രീതിയിലുള്ള പഞ്ചായത്തിൻ്റെ ഫണ്ടാണെങ്കിലും അത് MLA ഫണ്ടാണെങ്കിലും അതുപോലെ സർക്കാരിൻ്റെ ഫണ്ടുകളാണെങ്കിലും നമുക്ക് അത് കൃത്യമായി ആ പ്രദേശത്ത് ആവശ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചേരുംകുഴി പോലെയുള്ള പ്രദേശത്ത് കാലങ്ങളായി കോൺഗ്രസ് മെമ്പർമാരാണ്. ഇപ്പോൾ നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് അവിടുത്തെ വിദ്യാഭ്യാസം സംബന്ധിച്ചും റോഡുകളെ സംബന്ധിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ UDF ഭരിക്കുന്ന ആ വാർഡുകളിലെ മെമ്പർമാരുടെ അനാസ്ഥ കാരണം പല വികസന പ്രവർത്തനങ്ങളും ആ പ്രദേശത്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പോൾ പല മെമ്പർമാർ UDFൻ്റെ ബാനറിൽ വിജയിച്ച പല മെമ്പർമാരും പഞ്ചായത്തിൽ വരാത്ത അവസ്ഥയും ആ വാർഡിലെ കാര്യങ്ങൾ കൂടി LDFൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങൾക്കും ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും മെമ്പർമാർക്കും കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണത്തിന് 11ാം വാർഡ് മെമ്പർ വീമ്പ് വാർഡിലെ മെമ്പർ കഴിഞ്ഞ 6-7 മാസക്കാലമായി പഞ്ചായത്തിലേക്കും നാട്ടിലും കാണുന്നില്ല. പഞ്ചായത്തിൽ 2-3 തവണ ലീവായിട്ട് ലീവ് ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്താണ് അസുഖം, എന്താണ് പ്രശ്നമെന്ന് അവർ വീട്ടുകാർ പോലും പറയുന്നില്ല. പലപ്പോഴും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ സഹപ്രവർത്തക നിലയിൽ അവർക്ക് വല്ല സഹായങ്ങളുമായി അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ അതിലെന്താണ് അവർക്ക് പ്രശ്നമെന്ന് അല്ലെങ്കിൽ ഏത് ആശുപത്രിയിലാണെന്ന് പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ ആ മെമ്പർ ആ 11ാം വാർഡിലെ കാര്യങ്ങൾ കൂടി മറ്റ് ഭരണസമിതി അംഗങ്ങൾ ഏറ്റെടുക്കേണ്ട സ്ഥിതി. 5ാം വാർഡിലെ മെമ്പർ എന്തോ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ലീവ് എടുത്ത് മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് വാർഡുകളിലുമൊക്കെ ആ മെമ്പർമാർ നിർവഹിക്കേണ്ട പല ചുമതലകളും അവർ നിർവഹിക്കാതിൻ്റെ ഭാഗമായി ആ പ്രദേശത്തെ റോഡുകളിലും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുമ്പോൾ സ്വന്തം വാർഡുകളിലെ കാര്യം പോലും അല്ലെങ്കിൽ ആ വാർഡുകളിൽ മെമ്പർമാരില്ലാത്ത അവസ്ഥയിലേക്ക് ആകുന്ന സ്ഥിതിവിശേഷമാണ് UDFൻ്റെ ഭാഗത്തു നിന്നുള്ളത്. LDF എന്ന രീതിയിൽ ഭരണസമിതി എന്ന രീതിയിൽ അതിനൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് LDF മെമ്പർമാർ കൂടുതൽ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ട് ആ പ്രദേശത്തെ UDF മെമ്പർമാർ ജയിച്ച സ്ഥലത്തെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇതിനിടയിലാണ് UDFകാർ അവർ LDFൻ്റെ പഴയകാലത്തെ മെമ്പറായിരുന്ന എന്നാൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി പ്രവർത്തിക്കുന്ന ചില ആളുകളെ രാജിവെപ്പിച്ച് LDF ഭരണസമിതിക്കെതിരെ ചില പ്രചരണങ്ങൾ, അതായത് LDFൻ്റെ സ്വതന്ത്ര പക്ഷപാതം മൂലമാണ് എന്നൊക്കെയുള്ളൊരു പ്രചരണം വരുത്തുന്നതിന് വേണ്ടിയിട്ട് LDFൻ്റെ പഴയകാലത്ത് LDF ബാനറിൽ വിജയിച്ചുവെങ്കിൽ തന്നെയും കഴിഞ്ഞ 2 വർഷക്കാലമായി LDFുമായി സഹകരിക്കാത്ത ആളെ ഒപ്പം കൂട്ടുന്നതിന് വേണ്ടി രാജിക്കത്ത് നാടകവുമായിട്ട് മുന്നോട്ട് പോകുക. ഇലക്ഷന് വെറും 1 മാസം മാത്രമുള്ളപ്പോൾ ഈ നാടകവുമായിട്ട് മുന്നോട്ട് പോയി. ഇതൊന്നും LDF ഭരണസമിതിയുടെ വികസന മുന്നേറ്റങ്ങളെ തടയാൻ സാധിക്കില്ല. ഞങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം 13ാം തീയതി നമ്മളെല്ലാവരുടെയും സ്വപ്നമായ കൈനൂർ ചിറയുടെ നിർമ്മാണോദ്ഘാടനം അടക്കമുള്ള നിരവധിയായ വലിയ ബൃഹത്തായ പദ്ധതികളുടെ ഗുണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പാലേക്കര ടോൾ ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ചാർജ് വർധനവിനെതിരെ നൽകിയ കേസിൽ ടോൾ പിരിവ് നിർത്തിയ ഉത്തരവ് നിലനിൽക്കുന്നു. ഓൺലൈനായി കോടതിയിൽ ഹാജരായ കളക്ടറോട് തിങ്കളാഴ്ചയ്ക്കകം ദേശീയപാതയെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ബെഞ്ച് തുടർ നടപടികൾ സ്വീകരിക്കും. യൂത്ത് വിംഗ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടികൾ പ്രസിഡന്റ് A ബാബു ഉദ്ഘാടനം ചെയ്തു. വടംവലി മത്സരം, പായസം കുടി മത്സരം, ബിസ്ക്കറ്റ് ബൈറ്റിംഗ് മത്സരം, സ്പൂൺ റൈസ് മത്സരം, ബോട്ടിംഗ് ഫില്ലിംഗ് എന്നിവയിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകി. പ്രസിഡന്റ് പിന്റോ മേനാച്ചേരി, സെക്രട്ടറി ലിജോ ജോസ്, ട്രഷറർ പോൾവിൻ ജെയിംസ്, ജസ്വിൻ ജേക്കബ്, പവിൻ തോമസ്, ഫ്രെഡി തോട്ടാൻ, ആൽബിൻ മേനാച്ചേരി, VM മഹേഷ്, ജോസഫ് തോട്ടാൻ എന്നിവർ നേതൃത്വം നൽകി. കമ്മിറ്റി യൂത്ത് വിംഗ് നടത്തുന്ന സൗഹൃദമായ ഓണാഘോഷ മത്സരത്തിന് ഏറ്റവും കൃത്യമായ ഒരു സ്വീകരണം അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരിൽ നിന്നുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യവും 3ാമത്തെ പ്രാവശ്യം നടത്തുന്നത് 2 പ്രാവശ്യവും ജനപങ്കാളിത്തത്തു കൂടിയാണ് ഈ പരിപാടികൾ നടന്നിരിക്കുന്നത്. ഇത് നമ്മുടെ വർഷങ്ങളായി മണ്ണുത്തി സെൻറ്ററിലെ മണ്ണുത്തി കച്ചവടക്കാരും അതുപോലത്തെ ഇവിടെ നാട്ടുകാരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഇന്നിവിടെ നടത്തുന്ന ഈ ഓണം കഴിഞ്ഞെങ്കിൽ കൂടി നമ്മുടെ കച്ചവടക്കാരെ അറിയാമല്ലോ, എല്ലാവർക്കും കച്ചവടത്തിൻ്റെ തിരക്കുള്ളത് കൊണ്ടാണ് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഓണോത്സവം ഇവിടെ നടത്തുന്നത്. ഓണത്തിൻ്റെ സമയത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കടകളിലൊക്കെ ജീവനക്കാർ വളരെ കുറവായിരിക്കും, കച്ചവടക്കാർ മുതലാളിമാർ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓണം കഴിഞ്ഞ് ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന, സഹകരിച്ചും പങ്കെടുത്തും എല്ലാ പരിപാടിയിലും നല്ല രീതിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി നല്ല വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ടും ഈ മത്സരം ഫസ്റ്റ് റൗണ്ട് നടക്കുകയാണ്. 3, 2, 1. നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ സ്ലീവ തിരുനാൾ കൊടിയേറി. പൗരസ്ത്യ കൽതായി സുറിയാനി സഭയുടെ നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ സ്ലീവ തിരുനാൾ കൊടിയേറ്റം പാരിഷ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തി. ഇടവക വികാരി റവറൻഡ് ഡോക്ടർ മൈക്കിൾ വി വള്ളവന്ത്രയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സീനിയർ വികാരി ഫാദർ AC അന്തോണി, സഹവികാരി ഫാദർ MD അബിയുടെയും സഹകാർമ്മികത്വത്തിൽ
ഇടവക വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നടത്തി. കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, പാരിഷ് അംഗങ്ങളായ ജീസ് എ ജെ, ജിൻസൺ പോൾ, ഹെലൻ ബാബു, വിനീഷ് കെ ലാസർ എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ ഫാത്തിമ റോഡിൽ കിണർ വൃത്തിയാക്കാനിടെ ഇറങ്ങിയ 56-കാരൻ കിണറ്റിലിറങ്ങി തിരിച്ചു കയറാൻ പറ്റാതെ അവശനിലയിലായി. അഗ്നിരക്ഷാ സേനയെത്തി റോപ്പ് നെറ്റ് ഉപയോഗിച്ച് ആളെ പുറത്തെത്തിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജേഷ് VS നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒല്ലൂർ ചിയാറത്തെ പഴം പച്ചക്കറി കടയിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. ഒല്ലൂർ ചിയാറത്ത് പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് ഫാക്ടറി എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. കടയുടെ പിൻഭാഗത്ത് ഓലമേഞ്ഞ് അതിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞ മേൽക്കൂരയാണ് കത്തിനശിച്ചത്. അഗ്നിരക്ഷാ സേനയെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീയണച്ചു. പഴങ്ങൾ ഉപയോഗിക്കാൻ സൂക്ഷിക്കുന്ന ഫ്രീസറുകൾ അഗ്നിക്കിരയായി. സമയോചിതമായി അഗ്നിരക്ഷാ സേന ഇടപെട്ടതിനാൽ സമീപത്തെ കടയിലേക്ക് തീ പടരാതെ സംരക്ഷിക്കാനായി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു. ലിറ്റോ തോമസ്, വിനോദ് തോമസ് എന്നിവരുടെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. വാർത്തകൾ തുടരുന്നു. അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ റിമാൻഡിൽ. മുരിങ്ങൂർ തെക്കുമുറി ആറ്റപ്പാടം എലിസബത്ത് ഗാർഡൻ സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ 34 വയസ്സുള്ള ക്രിസ്റ്റിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിൽ ചാലക്കുടി DYSP ബിജുകുമാർ PC, കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, SI-മാരായ റെജിമോൻ, സുമേഷ്, ASI-മാരായ നാഗേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. ചാലക്കുടി വെട്ടുക്കടവ് സ്വദേശി ചാരക്കാട്ട് വീട്ടിൽ സന്ദീപ്, അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ സുബിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി DYSP ബിജുകുമാർ, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI അനിൽ TD എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വീണ്ടും ക്രൂരമായ പോലീസ് മർദ്ദനം. മർദ്ദനമേൽക്കേണ്ടി വന്നത് ഓട്ടോ ഡ്രൈവറായ യേശുദാസൻ എന്ന 28-കാരന്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ അവലോകനം നടത്തിയതായി മന്ത്രി R ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിണറായി ഭരണം ആരംഭിച്ചതു മുതൽ PSC വഴി കേരള പോലീസിൽ നടന്ന എല്ലാ നിയമനങ്ങളും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്. നടത്തറ പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ TS ബിജു രാജിവെച്ചു. രാജി തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.